ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് Designed with the touch of God. Chemanur International Jewelers. നമസ്കാരം. ജില്ലാ വാർത്തകൾ. SSLC +2 കഴിഞ്ഞവർക്കും രക്ഷിതാക്കൾക്കും ആശങ്കകളുടെയും ആകുലതകളുടെയും ദിവസങ്ങളാണ് ഇപ്പോൾ. തുടർ പഠനം എങ്ങനെ വേണമെന്നോ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണമെന്നോ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും അറിയില്ല. കുട്ടികളുടെ അഭിരുചിക്കനുസരിച്ച് തുടർ പഠനം സാധ്യമാക്കാൻ സഹായകരമായി കരിയർ ഗൈഡൻസ് ക്ലാസുകൾ സജീവമായി നടന്നുവരികയാണ്. റിപ്പോർട്ട് കാണാം പ്രധാന വാർത്തകൾക്കു ശേഷം. കാസർഗോഡ് റിയാസ് മൗലവി വധം. SDPI നേതൃത്വത്തിൽ ADGP ഓഫീസ് മാർച്ച്. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ഫുട്ബോൾ താരം വിനീതിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം. ഫുട്ബോൾ കളിച്ച് കളിയെഴുത്ത് കൂട്ടായ്മയുടെ പ്രതിഷേധം. ചേമഞ്ചേരിയിൽ UDF ഹർത്താൽ പൂർണ്ണം. ഹർത്താൽ UDF പ്രവർത്തകരുടെ വീടിന് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച്. വിശദമായ വാർത്തകളിലേക്ക്. കാസർഗോഡ് റിയാസ് മൗലവി വധമന്വേഷണം അട്ടിമറിക്കാനുള്ള ഗൂഢനീക്കത്തിനെതിരെ SDPI നടത്തിയ ഉത്തരമേഖല ADGP ഓഫീസ് മാർച്ചിന് നേരെ പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. സ്റ്റേഡിയം പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി SDPI സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൽ ഹമീദ് ഫൈസി ഉദ്ഘാടനം ചെയ്തു. പോലീസ് നിലപാട് തിരുത്തി മുഴുവൻ പ്രതികളെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതുവരെ പ്രക്ഷോഭം ശക്തമാക്കുമെന്ന് നേതൃത്വം വ്യക്തമാക്കി. റിയാസ് മൗലവി വധത്തിന് പ്രേരണ നൽകുകയും ഗൂഢാലോചന നടത്തുകയും ആസൂത്രണത്തിൽ പങ്കുവഹിക്കുകയും കുറ്റകൃത്യത്തിൽ പങ്കെടുക്കുകയും പ്രതികളെ രക്ഷിക്കുകയും ചെയ്ത മുഴുവൻ ആളുകളെയും നിയമത്തിന് മുൻപിൽ കൊണ്ടുവരിക, അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമം ഉപേക്ഷിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് SDPI നേതൃത്വത്തിൽ ഉത്തരമേഖല ADGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. സ്റ്റേഡിയം പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ചിൽ പോലീസിനെതിരെ പ്രതിഷേധമിരമ്പി. കണ്ണൂർ റോഡിൽ ശ്രീനാരായണ മിഷൻ മന്ദിരത്തിന് സമീപം പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞു. ശക്തമായ പോലീസ് ബന്ദോബസ്തായിരുന്നു ഏർപ്പെടുത്തിയിരുന്നത്. ജലപീരങ്കിയും ടിയർ ഗ്യാസും അടക്കമുള്ള സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു. മാർച്ചിന്റെ പ്രധാന ഭാഗം എത്തുന്നതിന് മുൻപേ തന്നെ ഒരു വിഭാഗം പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ട് മുന്നേറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് മുന്നേറ്റം തുടർന്നപ്പോൾ പോലീസ് 3 തവണ ടിയർ ഗ്യാസും പ്രയോഗിച്ചു. 15 മിനിറ്റോളം പ്രവർത്തകർ ജലപീരങ്കിയെ പ്രതിരോധിച്ച് റോഡിൽ നിലയുറപ്പിച്ചു. തുടർന്ന് മുതിർന്ന നേതാക്കൾ എത്തിയാണ് അണികളെ തിരിച്ചയച്ചത്. കേന്ദ്രഭരണത്തിന്റെ സ്വാധീനത്തിൽ BJP കേരള പോലീസിനെ നിയന്ത്രിക്കുന്നുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രിയുടെ കുപ്പായം ഊരിവെച്ച് വനവാസത്തിന് പോകുന്നതാണ് പിണറായി വിജയൻ നല്ലതെന്ന് SDPI സംസ്ഥാന പ്രസിഡന്റ് P. അബ്ദുൽ മജീദ് ഫൈസി പറഞ്ഞു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് തുളസീധരൻ പള്ളിക്കൽ, സംഘടക സമിതി കൺവീനർ P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അജ്മൽ ഇസ്മായിൽ, സെക്രട്ടറി റോയ് അറക്കൽ, സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ PR കൃഷ്ണൻകുട്ടി, NU അബ്ദുൽ സലാം, KK അബ്ദുൽ ജബ്ബാർ, M. ഫാറൂഖ്, ഖാജ ഹുസൈൻ, TM ഷൌക്കത്ത് എന്നിവർ നേതൃത്വം നൽകി. ഫുട്ബോൾ താരം CK വിനീതിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിൽ വ്യാപക പ്രതിഷേധം. കോഴിക്കോട് കളിയെടുത്ത് കൂട്ടായ്മയും നൈനൻവളപ്പ് ഫുട്ബോൾ കൂട്ടായ്മയും സംയുക്തമായാണ് AGS ഓഫീസിന് മുൻപിൽ കാൽപന്ത് കളിച്ച് പ്രതിഷേധം അറിയിച്ചത്. രാജ്യാന്തര ഫുട്ബോൾ താരം CK വിനീതിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ട AGS നടപടിയിൽ പ്രതിഷേധം ശക്തം. സംസ്ഥാനത്തുടനീളം വിവിധ സംഘടനകളുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. കോഴിക്കോട്ടെ കളിയെഴുത്തുകാരുടെയും കാൽപന്ത് പ്രേമികളുടെയും നൈനാമ്പൾപ്പ് ഫുട്ബോൾ അസോസിയേഷന്റെയും നേതൃത്വത്തിൽ കോഴിക്കോട് എരഞ്ഞിപ്പാലത്തെ AGS ഓഫീസിലേക്ക് ഫുട്ബോൾ കളിച്ചുകൊണ്ട് പ്രതിഷേധമറിയിച്ചു. AGS ഓഫീസിൽ നിന്നും CK വിനീതിനെ പുറത്താക്കിയ നടപടി അത്യന്തം അപലപനീയമാണെന്നും കായിക താരങ്ങളോട് തുടരുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രസ് ക്ലബ് പ്രസിഡന്റും കളിയെഴുത്തുകാരുമായ കമാൽ വരദൂർ പറഞ്ഞു. നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടതാണ് സിന്ധുവിന്റെ കാര്യം. ആന്ധ്ര സർക്കാർ നിയമസഭയിൽ നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് അവരെ ഡെപ്യൂട്ടി കലക്ടർ വരെ ആക്കുന്ന ഒരു സംവിധാനം നമ്മൾ കണ്ടു. അപ്പോൾ AGS പറയുന്ന ഒരു കാര്യം, അവർക്ക് സ്പോർട്സ് കോട്ട ഓപ്ഷൻ ഇല്ല, അതുകൊണ്ട് അവർക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അവർ അത് മാറ്റിയിട്ട് ഒരു ഭേദഗതി വരുത്തിയിട്ട് CK വിനീതിനെ പോലെ മികച്ച ഒരു ഫുട്ബോളറെ ജോലിയിൽ
തുടരാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഉയർന്ന പോസ്റ്റ് നൽകി ജോലിയിൽ തുടരാൻ അവസരം നൽകണം എന്നാണ് ഈ കൂട്ടായ്മ ആവശ്യപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരിനും രേഖാമൂലം തന്നെ നമ്മൾ ആവശ്യം കൊടുക്കും. പ്രൊബേഷൻ കാലയളവിൽ മതിയായ ഹാജർ ഇല്ലാത്തതിനാലാണ് CK വിനോദിനെ പുറത്താക്കിയതെന്നാണ് ഏജീസിന്റെ വാദം. രാജീവ് മേനോൻ, എൻഫ പ്രതിനിധി സുബൈർ നൈനാംവളപ്പ്, മധുസൂദനൻ കർത്ത, ജയേഷ്, NV നൌഫൽ എന്നിവർ നേതൃത്വം നൽകി. ചേമഞ്ചേരിയിൽ UDF നടത്തിയ ഹർത്താൽ പൂർണ്ണം. കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കാപ്പാട് വികാസ് നഗറിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിന് നേരെ നടന്ന അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ചായിരുന്നു ഹർത്താൽ. കൊയിലാണ്ടിക്കടുത്ത ചേമഞ്ചേരിയിൽ UDF പ്രകടനത്തിന് നേരെയും പഞ്ചായത്ത് അംഗങ്ങൾക്ക് നേരെയും നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് ശനിയാഴ്ച രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയായിരുന്നു UDF ഹർത്താൽ. കഴിഞ്ഞ ദിവസങ്ങളിൽ കാപ്പാട് വികാസ് നഗറിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ നടന്ന അക്രമത്തിൽ പ്രതിഷേധിച്ച് നടന്ന പ്രകടനത്തിന് നേരെ നടത്തിയ അക്രമത്തിലും ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ശശി കുനിയിൽ, ബഷീർ ഇളവനക്കണ്ടി എന്നിവർക്ക് പരിക്കേറ്റതിനെ തുടർന്നാണ് ഹർത്താലിന് UDF ആഹ്വാനം ചെയ്തത്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ പരാതി പ്രകാരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. അക്രമത്തിന് പിന്നിൽ CPM ആണെന്ന് ആരോപണവുമുണ്ട്. സംഘർഷത്തെ തുടർന്ന് ചേമഞ്ചേരി, കാപ്പാട് എന്നിവിടങ്ങളിൽ വൻ പോലീസ് സാന്നിധ്യം ഏർപ്പെടുത്തി. കാജുകാഡോ കരാട്ടെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന 10ാമത് ഫുൾ കോൺടാക്ട് ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റിന് കോഴിക്കോട്ട് തുടക്കം. ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ നിർവഹിച്ചു. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ൽ പരം കായിക താരങ്ങളാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നത്. കാജുകാഡോ കരാത്തെ ആൻഡ് മാർഷൽ ആർട്സ് അക്കാദമി സംഘടിപ്പിക്കുന്ന 10ാമത് ഫുൾ കോൺടാക്ട് ഓൾ സ്റ്റൈൽ മാർഷൽ ആർട്സ് ടൂർണമെന്റിന് കോഴിക്കോട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. സംസ്ഥാന സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് TP ദാസൻ ഉദ്ഘാടനം ചെയ്തു. മുൻ കോർപ്പറേഷൻ മേയർ M ഭാസ്കരൻ അധ്യക്ഷം വഹിച്ചു. AK ശശീന്ദ്രൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. TV നിർമ്മലൻ, T സിദ്ദിഖ്, ജയചന്ദ്രൻ മാസ്റ്റർ, NC അബൂബക്കർ, TV ബാലൻ, മുക്കം മുഹമ്മദ്, മനയത്ത് ചന്ദ്രൻ, K ലോഹിയ എന്നിവർ സംബന്ധിച്ചു. സെൻസായി PK ജയരാജൻ സ്വാഗതവും സെൻസായി കിരൺകുമാർ നന്ദിയും പറഞ്ഞു. കേരളം, തമിഴ്നാട്, കർണാടക, ജാർഖണ്ഡ്, ആസാം, പശ്ചിമബംഗാൾ, മഹാരാഷ്ട്ര, ഡൽഹി, രാജസ്ഥാൻ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നായി 500-ൽ പരം കായിക താരങ്ങൾ ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 25-30, 35-35, 35-40, 40-45, 45-50, 50-55, 55-60, 60-65, 65-70, 70-77 ഹെവി വെയിറ്റ് എന്നിങ്ങനെ വിവിധ വെയിറ്റുകളിലായി തിരിച്ചാണ് മത്സരങ്ങൾ നടക്കുന്നത്. മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്, ഓരോ വെയിറ്റിനത്തിലും 1 മുതൽ 3 സ്ഥാനങ്ങൾ നേടുന്നവർക്ക് ട്രോഫി, ക്യാഷ് അവാർഡ് എന്നിവ നൽകും. പൂർണ്ണ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് മത്സരം നടക്കുന്നത്. ഫേസ് ഗാർഡ്, ചെസ്റ്റ് പാഡ്, ഷിൻ പാഡ്, ഡ്രോയർ പാഡ്, ഗ്ലൗ എന്നിവ ധരിപ്പിച്ചാണ് താരങ്ങളെ മത്സരത്തിനിറങ്ങാൻ അനുവദിക്കുന്നത്. വിദഗ്ധ ഡോക്ടർമാരടങ്ങിയ മെഡിക്കൽ സംഘം, കളരി ഗുരുക്കന്മാർ എന്നിവരുടെ സേവനവും മത്സരവേദിയിൽ ഉറപ്പാക്കിയിട്ടുണ്ട്. മത്സരത്തിനെത്തുന്നവർക്ക് ഭക്ഷണം, താമസം എന്നിവ സംഘാടകർ ഒരുക്കിയിട്ടുണ്ട്. കളരി, കരാത്തെ, കിക്ക് ബോക്സിംഗ്, മെയ്തായ്, കുംഫു, തൈക്കോണ്ടോ തുടങ്ങി വിവിധ സ്റ്റൈലുകളിലുള്ളവർ മത്സരത്തിൽ മാറ്റുരയ്ക്കുന്നുണ്ട്. 21 നടക്കുന്ന സമാപന ചടങ്ങ് MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്യും. ധാർമ്മിക മുന്നേറ്റത്തിന് വിദ്യാർത്ഥി വിചാരം എന്ന ആശയം മുൻനിർത്തി MSM കോഴിക്കോട് സിറ്റി മേഖലാ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചു. ISM സംസ്ഥാന ജനറൽ സെക്രട്ടറി K സജ്ജാദ് ഉദ്ഘാടനം നിർവഹിച്ചു. CRE തുടർമത വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. അന്ധവിശ്വാസങ്ങളെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും വിദ്യാർത്ഥി സമൂഹത്തെ ബോധവൽക്കരിക്കുക, തീവ്രവാദ ഭീകരവാദ പ്രവർത്തനങ്ങളുടെ അപകടം ബോധ്യപ്പെടുത്തി വിദ്യാർത്ഥികളെ രാജ്യസ്നേഹികളാക്കി മാറ്റുക, ലഹരിക്കെതിരെ ബോധവൽക്കരിക്കുക, സോഷ്യൽ മീഡിയയെ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്താൻ പ്രാപ്തരാക്കുക, ലഹരിമുക്ത കലാലയ പദ്ധതി സ്കൂളുകളിലേക്ക് വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് വിസ്റ്റൺ ഗ്ലോബൽ ഇസ്ലാമിക് മിഷന്റെ ഭാഗമായി മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെന്റ് കോഴിക്കോട് സിറ്റി മേഖലയുടെ ആഭിമുഖ്യത്തിൽ മേഖലാ വിദ്യാർത്ഥി സമ്മേളനം സംഘടിപ്പിച്ചത്. പള്ളിക്കണ്ടി MS അബു ഹാളിൽ നടന്ന പരിപാടി ISM കേരള ജനറൽ സെക്രട്ടറി K സജ്ജദ് ഉദ്ഘാടനം ചെയ്തു. മുജാഹിദ് ദൗവ സമിതി ചെയർമാൻ SI ഐദി തങ്ങൾ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. MSM സെക്രട്ടറി കാബിൽ CV, പ്രസിഡന്റ് KV ഷുഹൈബ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ധാർമ്മിക മുന്നേറ്റത്തിന് വിദ്യാർത്ഥി വിചാരം എന്ന പ്രമേയം മുൻനിർത്തിയാണ് സമ്മേളനം ഒരുക്കിയിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കായി വിവിധ വിഷയങ്ങളിലുള്ള സംശയ നിവാരണ സെഷൻ, IT കോർണർ, കേരളത്തിലെ പ്രമുഖ ഇസ്ലാഹി പണ്ഡിതന്മാർ വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്യുന്ന എക്സ്ക്ലൂസീവ് വീഡിയോ കോൺഫറൻസുകൾ തുടങ്ങിയവയും നടന്നു. വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ക്വിഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. പ്രിയമുള്ള
ഇനി മുതൽ കോഴിക്കോട് ബീച്ചിൽ ആഘോഷത്തിന്റെ നാളുകൾ. കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ പരിപാടി? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ വരുന്നേ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താണ്? കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ചിൽ എന്താ? എന്താ കോഴിക്കോട് ബീച്ച്? ആക്ച്വലി കോഴിക്കോട് ബീച്ചിൽ എന്താ? കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. കുട്ടികളുടെ കൂട്ടുകാരായ ഗോറില്ല, ദിനോസർ, അവതാർ, ഒപ്പം പുലിമുരുകനും. ഇന്ത്യയിലെ ഏറ്റവും മികച്ച സഞ്ചരിക്കുന്ന അമ്യൂസ്മെന്റ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ആഘോഷിക്കുവാൻ നിരവധി പുതുമകളുമായി മലബാർ ഉത്സവം. പ്രവേശനം വൈകുന്നേരം 3 മണി മുതൽ 9 മണി വരെ. കോഴിക്കോട് ബീച്ച് മറൈൻ ഗ്രൗണ്ടിൽ കോഴിക്കോട് തീരദേശ സൊസൈറ്റി പ്രസൻസ് മലബാർ ഉത്സവം. അതെ, ഓരോ ഫോറിൻ ടൂർ കഴിഞ്ഞ് വരുമ്പോഴും ഒരു പുതിയ ഡ്രസ് ഉണ്ടല്ലോ. ടൂർ ഫോറിൻ ആയിരുന്നു, പക്ഷെ തുണി ഇന്ത്യൻ. അത് കളാ. ബെറ്റുണ്ടോ? ബെറ്റുണ്ട്. എടാ, ഇതാണ് കല്യാൺ സിൽക്സിന്റെ പുതിയ ക്ലാസ്മേറ്റ്സ് കളക്ഷൻ. ക്ലാസ്മേറ്റ്സ്? അതെ, ക്ലാസ്മേറ്റ്സ്. മെൻസ് വെയറിലും ലേഡീസ് വെയറിലും സാരിയിലും എല്ലാം ഇന്ത്യയിലെ പ്രമുഖ ഡിസൈനർമാർ കല്യാൺ സിൽക്സിന്റെ സ്വന്തം ഡിസൈൻ സലൂണുകളിൽ അണിയിച്ചൊരുക്കുന്ന യൂത്ത് കളക്ഷൻസ്. വിലയുടെ കാര്യമല്ലേ? അതെ, ശരിക്കും അഫോർഡബിൾ. ക്ലാസ്മേറ്റ്സ് ബൈ കല്യാൺ സിൽക്സ്. അപ്പൊ ബെറ്റ് തോറ്റതിന്റെ പൈസ എടുക്കും. അതൊക്കെ തരാം, പക്ഷേ ആദ്യം ഞാൻ കല്യാൺ സിൽക്സ് വരെ ടൂർ പോയിട്ട് വരാം. കല്യാൺ സിൽക്സ്. വാർത്തകൾ തുടരുന്നു. കൈകാര്യം ചെയ്യുന്ന വകുപ്പിനെ കുറിച്ച് പോലും ധാരണയില്ലാത്ത മന്ത്രിമാരാണ് കേരളത്തിൽ ഭരണം കൈയാളുന്നതെന്ന് KEEC സംസ്ഥാന പ്രസിഡന്റ് മുൻ MP-യുമായ KP ധനപാലൻ കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് കോൺഫെഡറേഷൻ INTUC ജില്ലാ സമ്മേളനം YMCA ഹാളിൽ നടന്നു. KEEC ജില്ലാ പ്രസിഡന്റ് KC രാമചന്ദ്രന്റെ അധ്യക്ഷതയിൽ KEEC സംസ്ഥാന പ്രസിഡന്റും മുൻ MP-യുമായ KP ധനപാലൻ ഉദ്ഘാടനം ചെയ്തു. കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളെക്കുറിച്ച് ധാരണ പോലുമില്ലാത്ത മന്ത്രിമാരാണ് കേരളം കൈയാളുന്നതെന്നും 1 മെഗാവോൾട്ട് വൈദ്യുതി പോലും ഉൽപ്പാദിപ്പിക്കാൻ LDF സർക്കാരിന് കഴിഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്രഖ്യാപിത ലോഡ് ഷെഡിങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ജനാധിപത്യത്തിന്റെ അടിക പോലുമില്ലാതെ എന്നിട്ട് മോഡിയെ കുറ്റം പറയുന്നു. മോഡിയെ നമുക്ക് എല്ലാവരും കുറ്റം പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ മോഡിയും പിണറായി വിജയൻ തമ്മിൽ എന്താ വ്യത്യാസം? പിണറായി വിജയനും മോഡിയും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ ഒരു ഏകാധിപതി ധിക്കാരി, ഏറ്റവും വലിയ വർഗീയവാദി പ്രധാനമന്ത്രിയായിരിക്കുന്നു. ഇവിടെയോ അഹങ്കാരി, ഇരട്ടൻ ചെങ്ക്. എന്താ ചെങ്ക? ധിക്കാരം, അഹങ്കാരം. എന്നോട് ഒരു മാസ്പാട്ടന്മാര് പറഞ്ഞു, ഉമ്മൻചാണ്ടി ആയിരുന്നപ്പോ ഞങ്ങൾക്ക് പോയി ഒരു കടലാസ് കൊടുക്കാൻ എന്തൊരു അവസരമായിരുന്നു. എവിടെ വേണമെങ്കിലും. പരിപാടിയിൽ KP ഗിരീഷ്, അഡ്വക്കേറ്റ് M രാജൻ, സിബിക്കുട്ടി ഫ്രാൻസിസ്, KB സ്വാമിനാഥൻ, ഗോപകുമാർ, മനോജ് MV, KC രാജൻ, രമേശ് കിഴക്കയിൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ദേശീയ പ്രസ്ഥാനത്തിൽ ഒരിക്കൽ പോലും കയ്യൊപ്പ് വയ്ക്കാത്തവർ അധികാരത്തിലെത്തിയപ്പോൾ ചരിത്രം മാറ്റിയെഴുതാനുള്ള ശ്രമം നടത്തുന്നുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. KV സുരേന്ദ്രനാഥ് പുരസ്കാരം P ഹരീന്ദ്രനാഥിന് സമർപ്പിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കമ്മ്യൂണിസ്റ്റ് നേതാവും പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്ന KV സുരേന്ദ്രനാഥിന്റെ സ്മരണാർത്ഥം സ്മാരക ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരമാണ് P ഹരീന്ദ്രനാഥിന് സമർപ്പിച്ചത്. CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോളനി വാഴ്ചയ്ക്കെതിരായ സമരത്തിൽ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം നിൽക്കാത്തവരാണ് ഇന്ന് രാജ്യം ഭരിക്കുന്നതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുസോളിനിയെയും ഹിറ്റ്ലറെയും ഗുരുതുല്യരായി കാണുന്ന സംഘടനയാണ് RSS. അതിന്റെ പുറത്തെ മുഖമാണ് ഹിന്ദു മഹാസഭ. അവർ ദേശീയഗാനത്തെയും ദേശീയ പതാകയെയും എങ്ങനെയാണ് കണ്ടതെന്ന് എല്ലാവർക്കും അറിയാം. ചരിത്രമെല്ലാം തങ്ങളുടേതാണെന്ന് വരുത്താനാണ് അവർ ശ്രമിക്കുന്നതെന്നും കാനം രാജേന്ദ്രൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ ഞങ്ങളെ കുറിച്ച് മതമൗലികവാദികൾ എന്ന് വിളിക്കും. പക്ഷേ അങ്ങേ ഞാനൊരു മരമൗലികവാദി എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം ഈ സിരിരാജിയുടെ പ്രസംഗം നിങ്ങൾക്കറിയാം, പ്രസിദ്ധമായ പ്രസംഗങ്ങളുണ്ട്, പരിസ്ഥിതി പ്രവർത്തകർക്കറിയാം, സുഗതകുമാരിയൊക്കെ കുറിച്ചൊക്കെ പരാമർശിച്ചു. TV ബാലൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ ഖദീജ മുന്താസ്, T രാധാകൃഷ്ണൻ, B സുരേഷ് ബാബു, ആർട്ടിസ്റ്റ് മദനൻ, TP മമ്മു, സുരേഷ് സുരാഗ്, CP സദാനന്ദൻ, P ഹരീന്ദ്രനാഥ് തുടങ്ങിയവർ സംബന്ധിച്ചു.
മെഡിക്കൽ PG ഫീസ് വർധനവിൽ പ്രതിഷേധിച്ച് MSF സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. ഭരണപക്ഷ സംവിധാനങ്ങൾ നിയന്ത്രിക്കുന്ന പരിയാരം മെഡിക്കൽ കോളേജ് ലാഭകരമാക്കാൻ വേണ്ടി ചില സ്വാശ്രയ മുതലാളികളുമായി ഒത്തുകളിച്ച് സർക്കാർ സ്വീകരിക്കുന്ന തീരുമാനം അംഗീകരിക്കാനാവില്ല എന്നും MSF നേതാക്കൾ പറഞ്ഞു. സ്വാശ്രയ മാനേജ്മെന്റുകൾക്ക് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാൻ യാതൊരു സമ്മർദ്ദവും ചെലുത്തേണ്ടതില്ലാത്ത വിധം സർക്കാർ അവർക്ക് വേണ്ടി വാതിലുകൾ തുറന്നിട്ടിരിക്കുകയാണ്. സർക്കാരിന്റെ വിദ്യാർത്ഥി വിരുദ്ധ നയങ്ങൾക്കെതിരെ MSF നടത്തിവരുന്ന സമരത്തിന്റെ തുടർച്ചയായി ഈ മാസം 22-ന് സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. അന്യായമായ ഫീസ് വർധനവിനെതിരെ കോടതിയെ സമീപിക്കും. ആവശ്യമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും MSF സംസ്ഥാന പ്രസിഡന്റ് മിസ് ഹബ് കീഴരിയൂർ, ജനറൽ സെക്രട്ടറി MP നവാസ് തുടങ്ങിയവർ പറഞ്ഞു. ഒരാഴ്ചയായി ഈ വിഷയം കേരളത്തിലെ പൊതുസമൂഹം ഏറ്റെടുക്കുകയും നിയമസഭയിൽ പോലും പ്രതിപക്ഷം ശക്തമായ വിദ്യാർത്ഥിപക്ഷ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതായി നമ്മളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ MV അഭിരാമി, മജിസിയ ഭാനു എന്നീ താരങ്ങൾക്ക് കോഴിക്കോടിന്റെ സ്വീകരണം. ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത്. ഇന്തോനേഷ്യയിൽ നടന്ന ഏഷ്യൻ പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ മെഡലുകൾ നേടിയ കോഴിക്കോട്ടെ താരങ്ങൾക്ക് സ്വീകരണം നൽകി. സ്വർണം നേടിയ MV അഭിരാമി, വെള്ളി നേടിയ മജിസിയ ബാനു എന്നിവർക്കാണ് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെയും പവർ ലിഫ്റ്റിംഗ് അസോസിയേഷന്റെയും നേതൃത്വത്തിൽ സ്വീകരണം നൽകിയത്. സ്പോർട്സ് കൌൺസിൽ സംസ്ഥാന പ്രസിഡന്റ് TP ദാസൻ ഉദ്ഘാടനം ചെയ്തു. കളിക്കാൻ പോകാൻ ലീവ് കൊടുത്തു. പല കാരണങ്ങൾ പറഞ്ഞ് വിശദീകരണം ചോദിച്ചു, പിരിച്ചുവിടുകയും. ഇത് ഇന്ത്യ ഗവൺമെന്റിന് ഒരു സ്പോർട്സ് നയമില്ലാത്തതുകൊണ്ടാണ്. കേരളത്തിൽ സ്പോർട്സ് കോട്ടയിൽ ജോലി കൊടുത്തവരെ പിരിച്ചുവിടുന്ന പ്രശ്നമില്ല. പക്ഷെ അപാകത ഇവിടെയുണ്ട്, അത് തീർത്തുകൊണ്ടിരിക്കുകയാണ്. ജില്ലാ പ്രസിഡന്റ് KJ മത്തായി, പവർ ലിഫ്റ്റിംഗ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് M മൊയ്തീൻ, വൈസ് പ്രസിഡന്റ് C പ്രേമചന്ദ്രൻ, സെക്രട്ടറി K പ്രഭാകരൻ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. നമ്മുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മത്തായി സാറെ ക്ഷണിക്കുന്നു. നിലമ്പൂർ വ്യാജ ഏറ്റുമുട്ടൽ കൊല സംബന്ധിച്ച് ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണമെന്ന് വ്യാജ ഏറ്റുമുട്ടൽ വിരുദ്ധ മുന്നണി. ഈ ആവശ്യമുന്നയിച്ച് നവംബർ 23-ന് നിയമസഭാ മാർച്ച് നടത്തുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ നവംബർ 24-ന് നിലമ്പൂരിലെ കരുളായി വനത്തിൽ CPI മാവോയിസ്റ്റ് നേതാക്കളായ കുപ്പു ദേവരാജിനെയും അജിതയെയും വ്യാജ ഏറ്റുമുട്ടലിൽ കൊന്ന സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഈ മാസം 23-ന് വ്യാജ ഏറ്റുമുട്ടൽ വിരുദ്ധ മുന്നണി നിയമസഭാ മാർച്ച് നടത്തും. പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തകൻ A മാർക്സ് ഉദ്ഘാടനം ചെയ്യും. അത് നടന്നത് എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ കോൺഗ്രസിന്റെ ഗവൺമെന്റ് ആയിരുന്നു, UDF ഗവൺമെന്റ് ആയിരുന്നെങ്കിൽ അത്തരമൊരു നികൃഷ്ടത നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനാധിപത്യ സംവിധാനത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാർ ചെയ്യേണ്ടത് സത്യമറിയാൻ ജുഡീഷ്യൽ അന്വേഷണം നടത്തലാണ്. സർക്കാർ ഇതിന് തയ്യാറാവാത്തതിനാലാണ് നിയമസഭാ മാർച്ച് നടത്താൻ തീരുമാനിച്ചതെന്ന് A വാസു, സാദിഖ് ഉളിയിൽ, നജീബ് അത്തോളി തുടങ്ങിയവർ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. 1 കോടി രൂപയുടെ സമ്മാനങ്ങളുമായി വിഷു ഈസ്റ്റർ മെഗാ ഫെസ്റ്റിവൽ ഓഫർ. ബമ്പർ സമ്മാനം റിനോൾട്ട് ഗുഡ് കാർ. കൂടാതെ 24 ഭാഗ്യശാലികൾക്ക് 2 വീലർ സമ്മാനം. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ കിഴിവ്. എല്ലാ ഡയമണ്ട് പർച്ചേസുകൾക്കുമൊപ്പം ഗോൾഡ് കോയിൻ സൗജന്യം. നിരവധി ആനുകൂല്യങ്ങളുമായി അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യം. ബിഗ്ഗസ്റ്റ് എക്സ്ചേഞ്ച് ഓഫറിലൂടെ പുതിയ 916 ആഭരണങ്ങൾ സ്വന്തമാക്കൂ. BIS ഹാൾമാർക്ക് 916 സ്വർണ്ണാഭരണങ്ങൾ ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ്. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്ന നഗരിയിൽ. കാലിക്കറ്റ് എക്സ്പോ 2017ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ലോകമഹാത്ഭുതങ്ങൾ ആദ്യമായി ഒന്നിക്കുന്നു കാലിക്കറ്റ് എക്സ്പോ സ്വപ്ന നഗരിയിൽ. EK നായനാർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആരോഗ്യ വിദ്യാഭ്യാസ കാർഷിക എക്സിബിഷൻ കാലിക്കറ്റ് എക്സ്പോ 2017. വിദേശത്തു നിന്നും ഇമ്പോർട്ട് ചെയ്ത ആനിമൽസിന്റെ വിസ്മയ ലോകം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട സെൽഫിക്കായി സെൽഫി ക്ലിക്ക് ആർട്ട് ഗാലറി സന്ദർശിക്കാൻ മറക്കല്ലേ. കാലിക്കറ്റ് എക്സ്പോ ഏപ്രിൽ 2 മുതൽ മെയ് 21 വരെ കോഴിക്കോട് സ്വപ്ന നഗരി. കല്യാണത്തിന്റെ സ്റ്റേജ് ഡെക്കോർ ഈ പെയിന്റിംഗ് പോലെ ചെയ്താ എത്ര നന്നായിരിക്കും അല്ലേ?
വെഡിംഗ് പ്ലാനർ അത് ഓൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ആൻഡ് വി ഓൾ ലൈക്ഡ് ഇറ്റ്. ഏയ്, എന്റെ ഒരു പിക്ചറെങ്കിലും എക്സാക്ട്ലി മുന്താസിനെ പോലെ വേണം. വി ഓൾറെഡി ഹാവ് എ പ്ലാൻ. അമ്മേ, കല്യാണത്തിന് ഇടാണ്ട ഇതുപോലത്തെ ജ്വല്ലറി നന്നാവും. കല്യാണത്തിന് വേണ്ട എല്ലാ ജ്വല്ലറിയും മീനാൻഡി ഓൾറെഡി വാങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇറ്റ്സ് റിയലി വെരി നൈസ്. അതല്ല, ഇതാ. Royal weddings for every Indian bride. Malabar Gold and Diamonds. വാർത്തകൾ തുടരുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവ് സുരഭി ലക്ഷ്മിക്ക് സ്വന്തം നാടിന്റെ സ്നേഹാദരം. മെയ് 22 വൈകിട്ട് നരുക്കിനിയിൽ നടക്കുന്ന ചടങ്ങിൽ സിനിമ രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ പങ്കെടുക്കും. നീണ്ട 13 വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിലേക്ക് മടങ്ങിവന്ന ദേശീയ ചലച്ചിത്ര പുരസ്കാരത്തിനുടമ സുരഭി ലക്ഷ്മിയെ സ്വന്തം നാട് ആദരിക്കുന്നു. നെരുക്കിനിയുടെ നഗരപ്രദക്ഷിണം ചെയ്ത് പഞ്ചവാദ്യത്തിന്റെയും പാരമ്പര്യ വാദ്യഘോഷങ്ങളുടെയും കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ പരമ്പരാഗത രൂപത്തിൽ പ്രത്യേകം തയ്യാർ ചെയ്ത വാഹനത്തിൽ വേദിയിലെത്തുന്ന സുരഭിക്കൊപ്പം സന്തോഷം പങ്കിടാൻ മലയാള സിനിമാ നാടകവേദിയെ അവിസ്മരണീയമാക്കിയ പ്രഗത്ഭരുമുണ്ടാകും. സുരഭിയുടെ അഭിനയ ജീവിതത്തിൽ നിർണായക സ്വാധീനം ചെലുത്തിയ സംവിധായകൻ ജയരാജ്, ഭാര്യ സബിത ജയരാജ്, പ്രശസ്ത സംഗീത സംവിധായകൻ ഔസേപ്പച്ചൻ, നടി റിമ കല്ലിങ്ങൽ, രമ്യ നമ്പീശൻ, വിധു വിൻസെന്റ്, സജിത മഠത്തിൽ, വിജയൻ കാരന്തൂർ, വിനോദ് കോവൂർ, ദീദി ദാമോദരൻ തുടങ്ങിയവർ പങ്കെടുക്കും. കാരാട്ട് റസാഖ് MLA അധ്യക്ഷതയിൽ നടക്കുന്ന പരിപാടിയിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു പറശ്ശേരിയും സംബന്ധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ കീഴിലുള്ള നവീകരിച്ച ശ്രീ ചൈതന്യ ഹാൾ വിവാഹ ആവശ്യങ്ങൾക്കായി വിട്ടു നൽകി. ഉദ്ഘാടന കർമ്മം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ശ്രീകണ്ഠേശ്വര ക്ഷേത്രയോഗത്തിന്റെ കീഴിലുള്ള ശ്രീ ചൈതന്യ ഹാളിന്റെയും അതിനോടനുബന്ധിച്ചുള്ള ഭക്ഷണശാല, സ്റ്റോർ റൂം, ലൈബ്രറി, ഗസ്റ്റ് റൂം പുതുക്കി നിർമ്മിച്ച് വിവാഹ ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കുന്നതിന്റെ ഉദ്ഘാടന കർമ്മം മേയർ തോട്ടത്തിൽ രവീന്ദ്രൻ നിർവഹിച്ചു. ഗുരുദേവനും ആഗ്രഹിക്കുന്നത് ഇതാണ്. സാധാരണക്കാരനെ കുറിച്ച്, സമൂഹത്തിൽ അവശരായ ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇതിനൊന്നും അർത്ഥം ഉണ്ടാവും. അതുകൊണ്ട് AC ഹാളിൽ എപ്പോഴും ഇരിക്കുന്ന ആളുകളാണല്ലോ നമ്മളതിൽ കൂടുതൽ. ഇതൊന്നും മനസ്സിലാവാൻ വേണ്ടിയിട്ടായിരിക്കാതെ ഇപ്പം ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കിയത്. എങ്ങനെയുണ്ട് ചൂട് എന്നൊക്കെ നിങ്ങളൊന്നും അറിയുന്നത് നമുക്കൊന്നും മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അപ്പോഴേ നമുക്ക് ഓർമ്മയുണ്ടാവുള്ളൂ ഈ കാര്യങ്ങളൊക്കെ. ക്ഷേത്രയോഗം പ്രസിഡന്റ് PV ചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ക്ഷേത്രയോഗത്തിന് 3 സെന്റ് സ്ഥലം സൌജന്യമായി നൽകിയ സ്വർഗചിത്ര അപ്പച്ചനെ ചടങ്ങിൽ ആദരിച്ചു. ഹാൾ, ലൈബ്രറി, ഭക്ഷണശാല തുടങ്ങിയവയുടെ പ്ലാനും മേൽനോട്ടവും സൌജന്യമായി തീർത്തുകൊടുത്ത ആർക്കിടെക്ട് RK രമേശിന് ചടങ്ങിൽ പ്രത്യേക സ്വീകരണവും നൽകി. PM സുരേഷ് ബാബു, PV ഗംഗാധരൻ, E സുരേഷ് ബാബു, KV അരുൺ, P സുന്ദർദാസ്, E അനിരുദ്ധൻ എന്നിവർ ചടങ്ങിൽ സന്നിധരായിരുന്നു. ക്ഷേത്രത്തിന്റെ ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളിൽ പ്രധാന മേൽനോട്ടം വഹിച്ച ശ്രീ ചൈതന്യ സ്വാമികളുടെ സ്മരണയ്ക്കായാണ് ചൈതന്യ ഹാൾ നിർമ്മിക്കപ്പെട്ടത്. പരിസ്ഥിതി സംരക്ഷണത്തിനായി വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും ഗ്രീൻ കെയർ മിഷൻ, കൂളിമാട് ഗ്ലോബൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി, പുഷ്പക് ലോജിസ്റ്റിക് എന്നിവ സംയുക്തമായി ഹരിത പുരസ്കാരം നൽകി ആദരിക്കുന്നു. മാവൂർ കൂളിമാടിലെ ന്യൂജൻ എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ ഹബ് ഗ്രീൻ കാർപ്പറ്റിന്റെ ഉദ്ഘാടന ചടങ്ങിൽ കളക്ടർ UV ജോസ് ജേതാക്കൾക്ക് പുരസ്കാരം സമർപ്പിക്കും. ലോക ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് ഗ്രീൻ കെയർ മിഷൻ കൂളിമാട്, ഗ്ലോബൽ പ്രവാസി വെൽഫെയർ സൊസൈറ്റി, പുഷ്പക് ലോജിസ്റ്റിക്സ് എന്നിവ സംയുക്തമായാണ് ഹരിത പുരസ്കാരം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ജില്ലാ ശുചിത്വ മിഷന്റെ സഹകരണത്തോടെ പരിസ്ഥിതി സംരക്ഷണത്തിനായി വേറിട്ട പ്രവർത്തനങ്ങൾ നടത്തുന്ന സംഘടനകൾക്കും വ്യക്തികൾക്കും 5001 രൂപയും അനുമോദന പത്രവും ശില്പവും അടങ്ങിയ പുരസ്കാരം നൽകിയാണ് ആദരിക്കുന്നത്. ടീം മലബാർ റൈഡേഴ്സ്, ചെറുവാടി അഡ്വഞ്ചർ ക്ലബ് തുടങ്ങിയ സംഘടനകൾക്കും ജാബിർ കാരാട്ട്, അജീഷ് അത്തോളി, സജി KP, നിസാർ കൊളക്കാടൻ, ഹസനുൽ ബസരി, യൂനുസ് താത്തൂർ തുടങ്ങിയവർക്കുമാണ് പുരസ്കാരം. കോഴിക്കോട് മാവൂരിനടുത്ത കൂളിമാടിൽ ഇരുവഴിഞ്ഞിപ്പുഴയുടെ തീരത്ത് ഒരുക്കിയ ന്യൂജൻ എക്കോ ഫ്രണ്ട്ലി ലൈഫ് സ്റ്റൈൽ ഹബ് ഗ്രീൻ കാർപ്പറ്റിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഞായറാഴ്ച രാവിലെ 10 മണിക്ക് കളക്ടർ UV ജോസ് IAS ജേതാക്കൾക്ക് ഹരിത പുരസ്കാരം സമർപ്പിക്കും. സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് സാരഥികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സ്കീസോഫ്രീനിയ സംബന്ധിച്ച് തുടർ വിദ്യാഭ്യാസ പരിപാടി മെയ് 21 ഹോട്ടൽ ആസ്മ ടവറിൽ നടക്കും. പരിപാടിയിൽ രോഗത്തെക്കുറിച്ചുള്ള വസ്തുതകളും ചികിത്സാ രീതികളും വിശകലനം ചെയ്യും. സ്കീസോഫ്രീനിയ അഥവാ ചിത്തഭ്രമം ആഗോളതലത്തിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന രോഗമാണ്.
കേരളത്തിൽ ഏകദേശം 3 ലക്ഷം ജനങ്ങൾക്ക് ഈ രോഗമുണ്ട്. ആധുനിക ടെക്നോളജിയുടെ കാലത്ത് നവമാധ്യമങ്ങളിൽ മുഖം പൂഴ്ത്തി ഒറ്റപ്പെട്ട് കഴിയുന്നവരും ഇതിന്റെ ഇരകളാകുന്നു. ഇത്തരം രോഗികളെ ഒറ്റപ്പെടുത്തുകയും അവജ്ഞയോടെ കാണുകയും ചെയ്യുന്ന പ്രവണത പരക്കെ കണ്ടുവരുന്നു. ഇതിന് പരിഹാരമായാണ് സ്കീസോഫ്രീനിയ സംബന്ധിച്ച് വിദ്യാഭ്യാസ പരിപാടി നടത്തുന്നത്. മെയ് 21 ഹോട്ടൽ അസ്മ ടവറിലാണ് സെമിനാർ നടക്കുക. രോഗത്തെക്കുറിച്ച് കൂടുതൽ അറിവ് നൽകി ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്കും PG വിദ്യാർത്ഥികൾക്കും ഗുണകരമാകുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യം. സൈക്യാട്രി മേഖലയിലെ പ്രശസ്ത വിദ്യാഭ്യാസ പരിപാടിയിൽ സംബന്ധിക്കുമെന്ന് സംഘാടകർ പറഞ്ഞു. എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി കോഴിക്കോട് മേഖലാ ശാസ്ത്ര കേന്ദ്രത്തിൽ ഏകദിന ശില്പശാല നടത്തി. കോഴിക്കോട് NIT ഡയറക്ടർ ശിവജി ചക്രവർത്തി ഉദ്ഘാടനം ചെയ്തു. +2 പഠനം പൂർത്തിയാക്കി എഞ്ചിനീയറിംഗ് പഠനത്തിന് ചേരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി നടത്തിയ പരിപാടിയിൽ എഞ്ചിനീയറിംഗ് പഠനം എങ്ങനെ വിജയകരമാക്കാം, വിവിധ എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ പഠിക്കാൻ ആവശ്യമായ കഴിവുകൾ എന്തൊക്കെ, ഓരോ ബ്രാഞ്ചിന്റെയും ജോലി സാധ്യതകൾ എന്നിവയെക്കുറിച്ച് ചർച്ചകൾ നടന്നു. കുട്ടികൾക്ക് അവരവരുടെ അഭിരുചികൾക്കും പ്രത്യേക കഴിവുകൾക്കും അനുയോജ്യമായ ബ്രാഞ്ചുകൾ എങ്ങനെ തിരഞ്ഞെടുക്കാമെന്നും വിശദീകരിച്ചു. ശില്പശാല NIT ഡയറക്ടർ ഡോക്ടർ ശിവാജി ചക്രവർത്തി ഉദ്ഘാടനം ചെയ്തു. എഡറ്റ് ബിജോയ് പരിപാടി വിശദീകരിച്ചു. പ്രൊഫസർ സജി കുര്യാക്കോസ്, KP മോഹൻദാസ്, ഡോക്ടർ വിനീത് കുമാർ പാലേരി, ഡോക്ടർ വിനയ് പണിക്കർ, ഡോക്ടർ മുഹമ്മദ് ഫിറോസ്, ഡോക്ടർ സതീദേവി എന്നിവർ ക്ലാസുകൾ നയിച്ചു. ഡോക്ടർ A ഗോപകുമാർ, ജിതേഷ്, VS രാമചന്ദ്രൻ, ഡോക്ടർ ധനരാജ് K എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് USA, മലബാർ സബ് സെക്ഷൻ ഓഫ് എഞ്ചിനീയേഴ്സ് ഇന്ത്യ എന്നിവർ സംയുക്തമായാണ് ശില്പശാല സംഘടിപ്പിച്ചത്. മലബാറിലെ പ്രമുഖ ആതുര സേവന സ്ഥാപനമായ നാഷണൽ ഹോസ്പിറ്റൽ രജത ജൂബിലി നിറവിൽ. പ്രവർത്തന പദത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ച് സമൂഹത്തിലെ വിവിധ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് പ്രയോജനപ്രദമായ സുപ്രധാന പദ്ധതികൾ നടപ്പിലാക്കാനാണ് ആശുപത്രി മാനേജ്മെന്റിന്റെ തീരുമാനം. പദ്ധതികളുടെ ഭാഗമായി ജില്ലയിൽ 100 സൗജന്യ മെഡിക്കൽ ക്യാമ്പുകൾ നടത്തി തുടർ ചികിത്സ ആവശ്യമായവർക്ക് സൗജന്യ നിരക്കിൽ ചികിത്സ ലഭ്യമാക്കും. രോഗികളുടെ വരുമാനത്തിനനുസൃതമായി ഇളവുകൾ ലഭ്യമാക്കിക്കൊണ്ടായിരിക്കും ചികിത്സാ പദ്ധതി നടപ്പിലാക്കുക. ഇതോടൊപ്പം സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ ലഭ്യമാക്കാനുള്ള പദ്ധതികളും ഒരുക്കുന്നുണ്ട്. കോഴിക്കോട് നഗരത്തിലെ 1000 ഓട്ടോറിക്ഷകളിൽ ഫസ്റ്റ് എയ്ഡ് കിറ്റ് വിതരണം ചെയ്യും. ഇതോടൊപ്പം തെരഞ്ഞെടുത്ത ഓട്ടോ ഡ്രൈവർമാർക്ക് ട്രോമാ കെയർ പരിശീലനവും ലഭ്യമാക്കും. ഓട്ടോ ഡ്രൈവർമാരെ കൂടി ഉൾപ്പെടുത്തി ഒരു ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീമിനെയും സജ്ജമാക്കുമെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു. വാർത്തകൾ ചുരുക്കത്തിൽ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് www.jillavartagal.com. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartagal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് റിയാസ് മൗലവി വധം. SDPI നേതൃത്വത്തിൽ ADGP ഓഫീസ് മാർച്ച്. പോലീസ് കണ്ണീർ വാതകവും ജലപീരങ്കിയും പ്രയോഗിച്ചു. ഫുട്ബോൾ താരം വിനീതിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടതിനെതിരെ വ്യാപക പ്രതിഷേധം. ഫുട്ബോൾ കളിച്ച് കളിയെഴുത്ത് കൂട്ടായ്മയുടെ പ്രതിഷേധം. ചേമഞ്ചേരിയിൽ UDF ഹർത്താൽ പൂർണ്ണം. ഹർത്താൽ UDF പ്രവർത്തകരുടെ വീടിന് നേരെയുണ്ടായ അതിക്രമങ്ങളിൽ പ്രതിഷേധിച്ച്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് Designed with the touch of God. Chamanur International Jewelers.